പുനലൂരിൽ കടുത്ത ചൂട് 39 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചൂട് പുനലൂരിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. 11 മണി കഴിഞ്ഞാൽ നിരത്ത് ശൂന്യമാണ്. വഴിവാണിഭക്കാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും അടക്കം വലിയ ബുദ്ധിമുട്ടിലാണ് ഇവിടെ. കുടിവെള്ള ക്ഷാമവും രൂക്ഷമാണ് പുനലൂർ. പുനലൂർ തൂക്കുപാലത്തിന് മുൻവശത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. പുനലൂർ കണ്ടതിൽ ഏറ്റവും വലിയ ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിഭീകരമായ ചൂടാണ് പുനലൂരിൽ. 2 ദിവസങ്ങൾക്ക് മുമ്പ് 30 ഡിഗ്രിയിൽ പുറത്ത് 39 ഡിഗ്രിയിൽ പുറത്ത് ചൂട് വന്നിരുന്നു. ഇപ്പോൾ അത് ഏകദേശം ഇന്നത്തെ നിലവിലത്തെ ആ സാഹചര്യം അനുസരിച്ച് ഏകദേശം ഇന്ന് 40 ഡിഗ്രി ചൂടെങ്കിലും ആയി കാണും എന്ന് വേണം വിചാരിക്കുവാൻ. വലിയ ചൂട് മൂലമുള്ള വലിയ വിഷയങ്ങളാണ്. പട്ടണം ശൂന്യമാണ്. വ്യാപാരികൾ, വഴിവാണിഭക്കാർ എല്ലാം പട്ടിണിയിലാണ്. കച്ചവടം നടക്കുന്നില്ല. 11 മണി കഴിഞ്ഞാൽ പുനലൂർ പട്ടണത്തിൽ ആള് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇപ്പോൾ നമുക്ക് കാണാം, ഇതായിരുന്നില്ല പട്ടണത്തിന്റെ ഓട്ടോ സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ വെറുതെ നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. പട്ടണം പൂർണ്ണമായും ശൂന്യമാണ്. ഇവിടെ വർഷങ്ങളായി ഇവിടെ കച്ചവടം നടത്തുന്ന ചില കച്ചവടക്കാരെ നമുക്കൊന്ന് അവരോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇത് ഈ പുനലൂർ പട്ടണത്തിൽ ഏകദേശം 30 വർഷത്തോളമായി ചെരുപ്പ് തുന്നുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നമുക്ക് ചോദിക്കാം, എങ്ങനെയുണ്ട് ചൂട് ഇപ്രാവശ്യം? சூடு நாங்கள் 30 கொள்ளம் ஆச்சு. இவ்வளோ சூடு பார்த்ததே இல்லை. இந்த வருஷம் தான் அதிகமான சூடு. நான் மூத்திரம் பழுத்து இப்போதான் 900 ரூபா செலவு பண்ணிட்டு உட்காந்துருக்கேன். எங்களால் உட்காரவே முடியல. வியாபாரமும் இல்லை, ஆளுகளும் இல்லை. ரொம்ப சூடு இந்த வருஷம், ரொம்ப சூடா உட்கார முடியல. ரொம்ப வேர்த்து ஊத்துது. அதோட வேற வழி இல்லை, இங்க உட்காந்துருக்கேன். என்ன செய்ய? പുനലൂർ തൂക്കുപാലത്തിന് സമീപത്തായി ഏകദേശം 30 വർഷത്തോളം ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബം ഇവിടെയാണ്. ഈ ജോലി കൊണ്ടാണ് കുടുംബം പുറത്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നും പേരങ്ങ കച്ചവടത്തിനായിട്ട് എത്തിയ ഒരു സഹോദരൻ, എങ്ങനെയുണ്ട് ചൂട്? നിങ്ങൾ തമിഴ്നാട് അപേക്ഷിച്ച് നോക്കുമ്പോൾ பயங்கரமா சூடா இருக்குது. வியாபாரம் ரொம்ப குறைவா இருக்கு. അത് തമിഴ്നാട്ടിലും കേരളത്തിലും தமிழ்நாட்டோட கேரளால அதிகமான சூடு இருக்கு. வியாபாரம் ரொம்ப மொத்தமே ஆள்காரே இல்லை. நான் மட்டும்தான் நிற்கிறேன். வெயில் அதிகம், சூடு அதிகம்னா வியாபாரம் கச்சவடம் ரொம்ப கம்மியாக தான் இருக்கு. പുനലൂർ പട്ടണത്തിന്റെ നടുവിലൂടെയാണ് നമ്മുടെ ഈ കല്ലടയാർ ഒഴുകി പോകുന്നത്. പുനലൂർ പട്ടണത്തെ കീറിമുറിച്ച് ഒരു നദി ഈ ഒഴുകി പോകുന്നുണ്ടെങ്കിലും ആ നദി യാതൊരു ഗുണവും നമുക്ക് പ്രയോജനം ചെയ്യാത്തതിൽ, കാരണം അത്രയധികം ചൂടാണ്. സാധാരണ ഒരു നദി ഒക്കെ ഉണ്ടെങ്കിൽ അല്പമെങ്കിലും ശാന്തമായി ലഭിക്കും. പക്ഷെ ആ തരത്തിൽ അതിഭീകരമായ ചൂടാണ്. ഓട്ടോറിക്ഷ തൊഴിലാളികളെല്ലാം വലിയ ദുരിതത്തിലാണ്. ഓട്ടോറിക്ഷ തൊഴിലാളിയുണ്ട്. എങ്ങനെയുണ്ട് ചൂട്? എങ്ങനെയുണ്ട്? അതിഭയങ്കരമായ ചൂടാണ്. ഇപ്പം പുനലൂര് നിൽക്കാൻ വയ്യാത്ത തരത്തിലുള്ള ഏറ്റവും വലിയ ചൂടാണ് നമുക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. നിരവധി വഴിയാത്ര കച്ചവടക്കാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അവരെല്ലാം ചൂട് കാരണം അവർ പലായനം ചെയ്യുകയാണ് അവരുടെ നാട്ടിലേക്ക്. തമിഴ്നാട്ടിൽ ഉള്ള ആൾക്കാർ, മറ്റേ പശ്ചിമബംഗാളിലുള്ള ആൾക്കാർ ഒക്കെ ഇവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നവരാണ്. ഒരുപാട് ചെറിയ ചെറിയ തൊഴിലുകൾ, കച്ചവടങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം ചൂട് കാരണം പോയിരിക്കുകയാണ്. ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ്. നമുക്കറിയാം, ജീവിതത്തിൽ ഇത്രയും എൻ്റെ വയസ്സിനിടയ്ക്ക് ഇത്രയും ചൂട് ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല പുനലൂരിൽ. അത് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. ഈ നമ്മൾ പുനലൂര് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചൂടാണ്. കേരളത്തിലെ തന്നെ റെക്കോർഡ് ചൂടുമായാണ് പുനലൂർ മുന്നേറുന്നത്. ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ വളരെയധികം സാംക്രമിക രോഗങ്ങളും ശാരീരിക അസ്വസ്ഥതകളും വളരെയധികം ദുരിതങ്ങളും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. മനോജ് അപ്പുക്കുട്ടൻ, ന്യൂസ് 18, പുനലൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.